ഹായ് ഗൈസ്, എന്നെ കൊണ്ട് വെൽക്കം ടു അലമാര. 2025 ജനുവരി അഡ്മിഷൻ സൈക്കിളിൻ്റെയും റീ രജിസ്ട്രേഷൻ്റെയും ലാസ്റ്റ് ഡേറ്റ് നാളെ ഫെബ്രുവരി 28 ഇപ്പോഴും പല ആളുകളും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന് വളരെ നേരത്തെ തന്നെ രാവിലെ ഏകദേശം 8 മണിക്ക് ശേഷം തന്നെ അലമാരയുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു സമയം വരെ ഏകദേശം ഒരു 20ഓളം റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. കുറേ അധികം ആളുകൾ ഇത് ചെയ്യാൻ ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ രാവിലെ തന്നെ വീഡിയോ ചെയ്യുന്നത്. ഇനി നിങ്ങൾ വൈകിക്കരുത്. 2025 സൈക്കിളിലേക്ക് ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത ഒരു പ്രോസസ്സാണ്, ഇപ്പോൾ ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെയാണ്. ഇത് പറയാനുള്ള കാര്യം, പലപ്പോഴും ആളുകൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഇനി പ്രോസസ്സ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴും നിങ്ങളുടെ സൈറ്റിൽ ആ റീ രജിസ്ട്രേഷൻ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല. ഇതിന് ഒരു പ്രശ്നം നേരത്തെയും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല സ്റ്റുഡൻസും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നെക്സ്റ്റ് റീ രജിസ്ട്രേഷൻ സൈക്കിളിൽ വരുമ്പോഴാണ് അവരറിയുന്നത് അവരുടെ സൈറ്റിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതിന് സിമ്പിളായിട്ടുള്ള പ്രോസസ്സേ ഉള്ളൂ. പ്രൊഫൈലിൽ കയറുക, ഇവിടെ ഹിസ്റ്ററി ഓഫ് റീ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഈ ജനുവരി 2025 ലാസ്റ്റ് സെമസ്റ്റർ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയുടെയാണ്. അപ്പം നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്, നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുത്ത സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ 4 സെമസ്റ്ററും നമ്മൾ തന്നെയാണ് റീ രജിസ്ട്രേഷനും ചെയ്ത് എല്ലാ പ്രോസസ്സും ഫോളോ അപ്പ് ചെയ്തത്. ഇവിടെ ഹിസ്റ്ററി ഓഫ് റീ രജിസ്ട്രേഷൻ ഒരു ഓപ്ഷനിൽ വരുമ്പോൾ നമുക്കിവിടെ സബ്മിറ്റഡ് എന്ന് കാണിക്കാം. ഇൻ കേസ് ഈ സ്റ്റാറ്റസ് ഫെയിൽഡ് എന്നോ അല്ലെങ്കിൽ അണ്ടർ പ്രോസസ്സ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആയിരിക്കണം. അപ്പോൾ സബ്മിറ്റഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണ് പേയ്മെൻറ്റ് അടച്ചിരിക്കുന്നതെന്ന് അറിയാനും സാധിക്കും. പിന്നെ ഏതൊക്കെ സൈക്കിളിലാണ് റീ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതെന്നും അറിയാം. അപ്പം ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. കുറേ അധികം ആളുകൾ മിസ്റ്റേക്ക് വരുത്തുന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. സെമസ്റ്റർ ബേസ്ഡ് വരുന്ന പ്രോഗ്രാമിനൊക്കെ തന്നെ ഇനി ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകത്തില്ല. അതിനുള്ളിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റും നമുക്ക് ജനുവരി 28 ആണ്. പ്രോസസ്സ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അഡ്മിഷൻ്റെ സൈറ്റിൽ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 28 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ അഡ്മിഷനിലും സെമസ്റ്റർ പ്രോഗ്രാമുകൾക്ക് മാത്രമേ 28 വരെ കാണുകയുള്ളൂ. അതിനുശേഷം ഇയർലി പ്രോഗ്രാമുകൾക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ. അപ്പോൾ BCA, MCA, MCOM തുടങ്ങിയ പ്രോഗ്രാമുകൾക്കൊക്കെ നാളെ കൂടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ളിൽ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പറായിട്ട് അവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. പ്രീമിയം ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാം. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർത്ത് വെക്കുക, റീ രജിസ്ട്രേഷൻ്റെയും അഡ്മിഷൻ്റെയും ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. റീ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഹിസ്റ്ററി ഓഫ് റീ രജിസ്ട്രേഷനിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.